ഹായ് ഫ്രണ്ട്സ്, നമുക്കെല്ലാവർക്കും മാജിക് ക്യൂബ് ലഭിക്കുന്നുണ്ടോ? റംസാൻ ഈവൻറ്റിൽ നിന്നും നമുക്കെല്ലാവർക്കും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് റെഡീം കോഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിനി എന്നായിരിക്കും റെഡീം കോഡ് ലഭിക്കുക? മറ്റുള്ള സെർവറിൽ റംസാൻ ഈവൻറ്റിൽ മാജിക് ക്യൂബ് ലഭിക്കുന്നുണ്ട്. അവർക്ക് ചെറിയൊരു മിഷനായിരിക്കും. കുറച്ച് നേരത്തേക്ക് ഗെയിം കളിച്ചാൽ അവർക്ക് ലഭിക്കാൻ പോകുന്ന മാജിക് ക്യൂബ്. അതുപോലെ മെയ് 3-ാം തീയതി ആകുമ്പോഴേക്കും മാജിക് ക്യൂബ് ലഭിക്കാൻ പോകുന്ന ചെറിയൊരു ഈവന്റ് ഫ്രീ ഫയറിലേക്ക് വരാൻ സാധ്യതയുണ്ട്. കാരണം സിംഗപ്പൂർ സെർവറിൽ ഈവന്റ് വരുന്നുണ്ട്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, സിംഗപ്പൂർ സെർവറിൽ വരുന്ന ഒരു ഈവന്റ് 95% നമുക്ക് ഇന്ത്യൻ സെർവറിലേക്ക് വരാറുണ്ട്. നമുക്ക് എന്തായാലും ഒരു 95% ചാൻസിൽ ഒരു മെയ് 3-ാം തീയതിയോ മെയ് 4-ാം തീയതി ആകുമ്പോഴേക്കും ഫ്രീ ഫയറിലേക്ക് വരാൻ പോകുന്ന ചെറിയൊരു ഈവന്റ് ആയിരിക്കാം. ബട്ട് നമുക്ക് കലണ്ടറിൽ മാജിക് ക്യൂബ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ബട്ട് നമ്മൾ ആരും സെഡ് ആവേണ്ട, മാജിക് ക്യൂബ് ലഭിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. മെയ് 3-ാം തീയതി ആകുമ്പോഴേക്കും നമുക്ക് വീണ്ടും റെഡീം കോഡ് ലഭിക്കുന്നുണ്ട്. നമുക്ക് ഏപ്രിൽ 21 ആകുമ്പോഴേക്കും ഫിലിം റിലീസിന്റെ കൗണ്ട് ഡൗൺ ആയിട്ടോ, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഏപ്രിൽ 27-ന് അതായത് മ്യൂസിക് വീഡിയോ റിലീസ് ആവുന്നുണ്ട്, റെഡീം കോഡ് ലഭിക്കുന്നുണ്ട്. നല്ല മാസമായിട്ടുള്ള റിവാർഡ്സ് നമുക്ക് എല്ലാവർക്കും ലഭിക്കാൻ പോകുന്ന 2 ഈവന്റുകളാണത്. അതായത് വാച്ച് മ്യൂസിക് വീഡിയോ, പിന്നെ നമുക്ക് എല്ലാവർക്കും ഫിലിം റിലീസ് കൗണ്ട് ഡൗൺ. യോഗാമീസ് ഗിഫ്റ്റ് ആയിട്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും കഴിഞ്ഞ റെഡീം കോഡ് ലഭിച്ചത്. യോഗാമീസ് എന്ന് പറഞ്ഞാൽ ജപ്പാനിലെ ഒരു ആർട്ട് ഗോഡാണ്. ജപ്പാനിലെ ഒരു ആർട്ട് ഗോഡിന്റെ ഗിഫ്റ്റ് ആയിട്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും കഴിഞ്ഞ റെഡീം കോഡ് ലഭിച്ചത്. നമുക്ക് ഡയമണ്ട് റോൾ വൗച്ചർ ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഈവന്റ് ജപ്പാനിലെ ഏതൊരു സെലിബ്രേഷനായിട്ട് ബന്ധപ്പെട്ട ചെറിയൊരു ഈവന്റ് ആണത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.